ശല്യം, നീ വിളിക്കാൻ നോക്ക്. സുജാതേച്ചിയാണല്ലോ. ജോലിക്ക് ചെല്ലാൻ വൈകിയതുകൊണ്ടായിരിക്കും. ഹലോ കല്യാണി, നീ ഇതെവിടാ? ഞാനിവിടെ അമ്പലത്തിലെ ചേച്ചി. നേരത്തെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നല്ലോ. ഇവിടെ മേഡം ക്ഷേത്രത്തിൽ പോകാൻ ഇറങ്ങി നിന്നിട്ട് നിന്നെ അന്വേഷിക്കുന്നു. നീ പെട്ടെന്ന് വാ. ദേ ഇപ്പൊ വരാം ചേച്ചി. അല്ല ചേച്ചി, മാഡം ദേഷ്യപ്പെട്ട് നിൽക്കാണോ? ഇതുവരെ ദേഷ്യമൊന്നും ഇല്ലെന്നാ തോന്നുന്നേ. നീ പെട്ടെന്ന് വാ. ആ ശരി ചേച്ചി, ദേ എത്തി. ശരി. പെട്ടെന്ന് പോയില്ലെങ്കിൽ മാഡം ദേഷ്യപ്പെടും. പോയാ വല്യുഞ്ഞ് വരുമ്പോ എന്നെ കാണാണ്ട് ടെൻഷൻ അടിക്കും. ദേവി, ഇനിയിപ്പോ എന്താ ചെയ്യാ? കല്യാണി അമ്പലത്തിൽ കാത്തിരുന്ന് മടുത്തിട്ടുണ്ടാവും. അമ്മയുടെ കണ്ണ് വെട്ടിച്ച് പുറത്തേക്ക് പോകാനും പറ്റില്ലല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഹലോ. ബ്രോ, എനിക്ക് ആകെ പ്രാന്തെടുക്കുന്നു. എന്തു പറ്റി ബ്രോ? ഈ ടെക്സ്റ്റൈൽസ് കമ്പനിയുടെ ഫയലുകളൊക്കെ നോക്കിയിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ദയവ് ഇത് ബ്രോ വന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നിട്ട് പോ. നിനക്ക് എന്താ മനസ്സിലാവത്തെന്ന് പറ, ഞാൻ ഫോണിലൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ബ്രോ, അതൊന്നും ശരിയാവില്ല. ബ്രോ ഇവിടെ വന്ന് പറഞ്ഞു തന്നേ പറ്റൂ. 11 മണിക്ക് അതിന്റെ ഒരു മീറ്റിംഗ് ഉള്ളതാ. പ്ലീസ് ബ്രോ. അരവിന്ദേ, നീ ആദ്യം നിന്നിൽ ഒരു വിശ്വാസം വെക്ക്. നിനക്കിപ്പോ ഇല്ലാത്തതാ. എല്ലാ ഫയലുകളും അവിടെ തന്നെ ഉണ്ട്. നീ അതൊക്കെ ഒന്ന് റെഫർ ചെയ്താൽ മാത്രം മതി. ഞാനെല്ലാം നോക്കി ബ്രോ, എനിക്കൊന്നും അങ്ങോട്ട് തല കയറുന്നില്ല. പ്ലീസ് ബ്രോ, ബ്രോ വന്ന് എനിക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ട് പോ. ശരി, നീ ഫോൺ വെച്ചോ. ഞാൻ അമ്മയോടൊന്ന് പറഞ്ഞിട്ട് വരാം. ഓക്കെ ബ്രോ, താങ്ക്സ് എ ലോട്ട്. അമ്മേ, അരവിന്ദ് ഓഫീസിൽ നിന്ന് ഫോൺ ചെയ്തിരുന്നു. ഓഫീസിന്നോ? എന്തുപറ്റി? ഇന്ന് 11 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. ഫയൽസ് ഒന്നും നോക്കിയിട്ട് മനസ്സിലാവുന്നില്ല. ഞാനൊന്ന് പോയി എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലേ പറ്റുമെന്ന് അവൻ പറയുന്നത്. ഏതെങ്കിലും തെറ്റായ തീരുമാനം എടുക്കുമോ എന്നുള്ള പേടി കൊണ്ടായിരിക്കും. പേരിന് പോലും കമ്പനിയിലേക്കൊന്നും കയറിയിട്ടില്ലാത്തവനല്ലേ അവൻ. ആനന്ദ്, നീ ഒന്ന് ചെല്ലുന്നത് നന്നായിരിക്കുമെന്നാ എനിക്ക് തോന്നുന്നു. പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷേ പൂജയ്ക്ക് മുമ്പ് തന്നെ അമ്പലത്തിൽ എത്തിയേക്കണം. ലേറ്റ് ആവരുത്. ശരി അമ്മേ. ഓഫീസിൽ പോകുന്നതിന് മുമ്പ് അമ്പലത്തിൽ ചെന്ന് കല്യാണിയെ കണ്ട് മനസ്സിലുള്ള ഇഷ്ടം പറയണം. അതിന് കിട്ടിയ ഒരു ചാൻസ് ആയത്. എന്താ ആനന്ദ് ആലോചിക്കുന്നത്? ഒന്നുമില്ല അച്ഛാ, ഞാൻ ഓഫീസിൽ പോയി അരവിന്ദിനെ കണ്ടിട്ട് ക്ഷേത്രത്തിലേക്ക് വരാം. ശരി, പെട്ടെന്ന് പോയിട്ടോ. ശരി അമ്മേ. ദേവി, വല്യുഞ്ഞിനെ ഇത്രയും നേരം കാത്തിരുന്നിട്ടും കാണുന്നില്ലല്ലോ. ഇനി മറന്നിട്ടുണ്ടാവോ? മാഡം ആണെങ്കി അവിടെ എന്നെ കാത്തിരിക്കുന്നു. സുജാതിച്ചിട്ട് ഫോണും വന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? ദേവി,
വല്യുഞ്ഞിന്റെ മനസ്സിൽ എന്താണെന്ന് അറിയില്ല. ആ മനസ്സിൽ എന്താഗ്രഹമാണെങ്കിലും അത് സാധിച്ചു കൊടുക്കണേ ദേവി. വല്യുഞ്ഞിന്റെ ആഗ്രഹം നടക്കാൻ മഞ്ജിരാതെ തെളിയിച്ച് പ്രാർത്ഥിച്ചിട്ട് പോവാം. ദേവി അനുഗ്രഹിക്കണേ. ചെന്താമരപ്പൂവിനഴകല്ലേ നെഞ്ചോട് ചേരുന്ന കനവല്ലേ കാണാതെ കാണുന്നൊരിൻ കനവിൽ തോരാതെ പെയ്യുന്ന പൂമഴയേ ഒരേ കനവു തേടി നാം ഒരേ മനസ്സുമായി ഒരേ പകലു തേടി നാം ഒരേ ചില്ലകളെ കേൾക്കുന്നു മൃദുവായി നിൻമൊഴിയഴക് പെണ്ണെ കിന്നാരച്ചിരിമൊഴിയായി രാവണയും നേരത്ത് കനവുകളിൽ കണ്ടേ ഞാൻ നിന്നെ കണ്ണാടി ചില്ലടിയിൽ തിരിതെളിയും നേരത്ത് കണ്ണോരം കണിമലരായി നീയേ സ്വാമി, എനിക്ക് കല്യാണിയോട് പ്രണയമാണെന്ന് നീയാ എന്നെ വിശ്വസിപ്പിച്ചത്. ഇനി തിരിച്ച് എനിക്കത് അവളോട് പറയാനുള്ള ഊഴവ. കല്യാണിയോട് എനിക്കെന്റെ പ്രണയം പറയണം. അതിനും സ്വാമി തന്നെ വേണം അവസരം ഉണ്ടാക്കി തരാൻ.
എല്ലാം കൊണ്ടുപോയി കാറി വെച്ചേക്ക്. ആ വിലാസിനി, പൂജയുടെ എല്ലാ സാധനങ്ങളും ഉണ്ടോന്ന് ചെക്ക് ചെയ്തല്ലേ വെച്ചത്? ആ എല്ലാം ഉണ്ടെന്ന് നോക്കിയാ വെച്ചത്. ആ കല്യാണി വിളിക്കേ. അവളില്ല. നമ്മൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങുന്നതിന് മുന്നേ അവൾ ഏതോ അമ്പലത്തിൽ പോയി പോലും. അമ്പലത്തിലോ? കല്യാണി ഏത് അമ്പലത്തിൽ പോയി? ആ എനിക്കറിയാൻ വയ്യ ചേച്ചി, അവൾ ഏത് അമ്പലത്തിലാ പോയെന്ന്. നീ ഫോൺ വിളിച്ചിട്ട് എന്തായി? കിട്ടിയില്ലേ? ഇപ്പൊ എത്തുമെന്ന് പറഞ്ഞു. വന്നുകൊണ്ടിരിക്കുകയായിരിക്കും. മാഡം, എവിടെയായിരുന്നു ഇത്രയും നേരം? ചേച്ചി അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയിരിക്കുകയാണെന്ന് നിനക്കറിയില്ലേ? ഞങ്ങളെന്താ നിന്നെ കാത്തിരിക്കണോ? വിലാസിനി, കല്യാണി അമ്പലത്തിൽ പോയതല്ലേ, അവളെയൊന്നും പറയണ്ട. കല്യാണി, മാഡം, ഭഗവാൻ അഭിഷേകം ചെയ്യാനുള്ള പഞ്ചാമൃതം റെഡിയാക്കിക്കൊണ്ട് ഒരു കാറിലങ്ങ് ക്ഷേത്രത്തിലേക്ക് വാ, വൈകരുത്. ശരി മാഡം. ആ വരുന്ന വഴിക്ക് കൽക്കണ്ട് കൂടി വാങ്ങി വെച്ചേക്ക്, മറന്നേക്കരുത്. ശരി മാഡം, വാങ്ങിയിട്ട് വരാം. നമുക്ക് പോവാം കൃഷ്ണേട്ടാ. സോറി മച്ചു, വണ്ടി പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയതുകൊണ്ടാ പിക്ക് ചെയ്യാൻ നിന്നോട് വരാൻ പറഞ്ഞത്. അല്ല, നീ ക്ഷേത്രത്തിൽ നേരത്തെ ചെന്നല്ലേ പറഞ്ഞത്? കല്യാണി അവിടെ എല്ലായിടത്തും നോക്കിയായിരുന്നു. ഇല്ല, അപ്പോഴാ നിന്റെ വിളി വന്നത്. ഇതിനിടയിൽ അമ്മ ക്ഷേത്രത്തിലെത്തി ഒരുപാട് തവണ എന്നെ വിളിച്ചു. ഞാൻ പോയിട്ട് വേണം അവിടെ പൂജ തുടങ്ങാൻ. കൊള്ളാം. താജ്മഹലിൽ വെച്ച് കല്യാണിയോട് പ്രണയം പറയാൻ പ്ലാൻ ചെയ്തിട്ട് അവസാനം അമ്പലത്തിൽ വെച്ച് പോലും പറയാൻ പറ്റിയില്ല. കഷ്ടമായിപ്പോയി. ചേട്ടാ, ഒന്ന് പെട്ടെന്നാവട്ടെ, പൂജയ്ക്ക് സമയായി. വൈകിയ മാഡം എന്നെ ശരിയാക്കും. ഒന്ന് അടങ്ങ് കല്യാണി, ഞാനും നോക്കട്ടെ. അത് നമ്മുടെ കാറാണല്ലോ. അതെ, എന്തു പറ്റിയോ എന്തോ. വാ പോയി നോക്കാം. എന്തു പറ്റി? അറിയില്ല സർ, നോക്കാണ്. പെട്ടെന്ന് നിന്നുപോയി. ഞാൻ ക്ഷേത്രത്തില് വല്യനെയും കാത്തു നിൽക്കായിരുന്നു. അപ്പോഴാ സുജാതേച്ചി വിളിച്ച് മാഡം അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞു എന്ന് പറഞ്ഞത്. ഞാൻ വീട്ടിലേക്ക് ചെന്നപ്പോ പഞ്ചാമൃതം ഉണ്ടാക്കി ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞിട്ട് മാഡം അങ്ങ് പോയി. ഇവിടെ എത്തിയപ്പോ കാറും അങ്ങ് നിന്നുപോയി. സ്റ്റാർട്ട് ആവുന്നതേ ഇല്ല. എന്ത് പറ്റിയതാ സർ? ഇതിന്റെ ഓൾട്ടർനേറ്റർ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. സ്റ്റാർട്ട് ആകുന്നില്ല. ഓ, മെക്കാനിക്കിനെ വിളിച്ചാലേ പറ്റുള്ളൂന്നാ തോന്നുന്നത്. പഞ്ചാമൃതം എന്റെ കയ്യിലിരിക്കുക. പൂജയ്ക്ക് സമയമായി. മാഡം എന്നെ കൊല്ലും. അതാണോ വലിയ കാര്യം? ഞങ്ങളും അമ്പലത്തിലേക്ക് പോവല്ലേ? നീ വാ, നമുക്ക് ഒരുമിച്ച് പോവാം. അതെ അതെ, വണ്ടി ഏതായാലും സ്റ്റാർട്ട് ആവാൻ സമയമെടുക്കും. വാ പോവാം. മെക്കാനിക്കിനെ വിളിക്കാം.
ശരി സർ. വാ. ആ കല്യാണി, നീ മുൻ സീറ്റിൽ കയറിക്കോ, ഞാൻ ബാക്കിൽ ഇരുന്നോളാം. അല്ല കല്യാണി, എപ്പോഴും പാചകം, പൂജ, അമ്പലം ഇങ്ങനെ നടന്നാ മതിയോ? നിനക്ക് എന്റർടൈൻമെന്റ് ഒന്നും വേണ്ടേ? സാർ എന്താ ചോദിക്കണേന്ന് എനിക്ക് മനസ്സിലായില്ല. അത് കല്യാണി, ഈ സിനിമ, TV ഇതൊന്നും കാണാറില്ല നീ? പിന്നെ സിനിമയും ടിവിയും ഒക്കെ കാണും. നല്ല കഥയുള്ള സീരിയലുകളാ കൂടുതൽ ഇഷ്ടം. ഫസ്റ്റ് ടിപ്പിക്കൽ മലയാളി പെണ്ണ് തന്നെ. ആ അത് പോട്ടെ, മമ്മൂട്ടിയാണോ മോഹൻലാലിനെയാണോ കൂടുതൽ ഇഷ്ടം? രണ്ടുപേരും ഇഷ്ടമാ, നല്ല നടന്മാരല്ലേ. ആഹാ, ആനന്ദും അങ്ങനെ തന്നെ. മമ്മൂട്ടിയെ മോഹൻലാലിനെ ഒരുപോലെ ഇഷ്ടമാണ്. നിങ്ങൾ രണ്ടുപേരും നല്ല യോജിപ്പാണെന്ന് തോന്നല്ലോ. ആ കല്യാണി, നടിമാരിൽ നിനക്ക് ആരെയാ കൂടുതൽ ഇഷ്ടം? അത് നയൻതാരയാ ഇഷ്ടം. മഞ്ജു വാര്യര് നല്ല അഭിനയാ. എന്റെ അമ്മോ, ഇത് അത്ഭുതം തന്നെയാ. ആനന്ദിനും മഞ്ജു വാര്യരും നയൻതാരയാ കൂടുതൽ ഇഷ്ടം. നിങ്ങൾ തമ്മിൽ എന്തൊരു പൊരുത്തമാന്ന് നോക്കി. ആ അത് പോട്ടെ, കല്യാണിക്ക് റൊമാൻറ്റിക് സിനിമകൾ, അതായത് പ്രണയകഥകളാണോ ഇഷ്ടം, അതോ ആക്ഷൻ സിനിമകളാണോ? അല്ല ഈ അടിയും പിടിയൊക്കെ ഉള്ളതേ. എനിക്ക് പ്രേതത്തിന്റെ സിനിമയാ കൂടുതൽ ഇഷ്ടം. എന്ത് പറ്റിയാണത്തെ? നീ എന്തിനാ വണ്ടി നിർത്തി? പറയാം, നീ ഇറങ്ങ. എന്ത് പറ്റിയെന്ന് പറ. ആദ്യം നീ ഇറങ്ങ, പറയാം. ആ ടയറൊന്നും പഞ്ചറല്ലോ, പിന്നെന്ത് പറ്റി? പറ്റിയത് നീ ഒരു ബോറിനാണെന്ന് തോന്നിയതാ. ഓ, ഇനി തൽക്കാലം നീ ഒരു ഓട്ടോ വിളിച്ച് അമ്പലത്തിലേക്ക് വന്നാ മതി. മനസ്സിലായി മനസ്സിലായി. ശരി, എന്നാ നീ വിട്ടോ, ഞാൻ ഓട്ടോ വിളിച്ചോ നടന്നോ ഒക്കെ അങ്ങ് എത്തിക്കോളാം. കൂട്ടുകാരനായി പോയില്ലേ, സഹകരിച്ചല്ലേ പറ്റൂ. വിട്ടോ വിട്ടോ. ഓക്കേടാ. ഇവിടെ വണ്ടി പോയിട്ടൊരു മനുഷ്യനെ പോലും കാണുന്നില്ലേ. ഓട്ടോ. എന്താ വലിയ ഇത്? കൂട്ടുകാരനല്ലേ? ഇങ്ങനെ പകുതി വഴിക്ക് ഇറക്കി വിടുകയെന്ന് വെച്ചാ കഷ്ടാണ് കേട്ടോ. അത് സാരമില്ല, അവനൊരു ഓട്ടോ വിളിച്ചങ്ങ് വന്നോളൂ. അല്ലെങ്കിൽ അവന്റെ ഭയങ്കര കോമഡി ആയിട്ട് നമുക്ക് കരയേണ്ടി വരും. ക്ഷേത്രത്തിൽ ഒരുപാട് നേരം കാത്തിരുന്നിട്ടും വലിയഞ്ഞിനെ കാണാണ്ട് വന്നപ്പോ ഞാൻ തന്നെ വലിയഞ്ഞിന് വേണ്ടി വിളക്കെടുത്ത് പ്രാർത്ഥിച്ചു. ആഹാ, അത് കൊള്ളാലോ. എനിക്ക് വേണ്ടിയോ? അപ്പോ എന്റെ മനസ്സിൽ എന്താ ആഗ്രഹമെന്ന് നിനക്കെങ്ങനെ അറിയാം? വലിയഞ്ഞിന്റെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ വലിയഞ്ഞിന്റെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടത്തി കൊടുക്കണേന്ന് ഞാൻ ദേവിയോട് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എനിക്ക് ഉറപ്പാ ദേവി വലിയഞ്ഞിന്റെ ആഗ്രഹം നടത്തി തന്നിരിക്കും. വേണ്ട കല്യാണി, നല്ല പാട്ടല്ലേ, കേക്കട്ടെ.